കണ്ണൂർ ഇരിട്ടി മട്ടന്നൂർ റോഡിൽ അപകടം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ അപകടത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. കോടികൾ മുടക്കി റോഡ് നവീകരിച്ചതോടെ അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പുന്നാട് മേഖലയിലാണ് അപകടങ്ങൾ പതിവായി മാറിയിരിക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഉളിയിൽ സ്വദേശി മാപ്പിളപ്പാട്ട് കലാകാരൻ ഫൈജാസ് മരിച്ചത്. ഇരിട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ചക്കരക്കല്ല് സ്വദേശികൾ സഞ്ചരിച്ച കാറും ഇരിട്ടി ഭാഗത്തു നിന്നും മട്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയുമായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഫൈജാസിനെ പോലീസും ഫയർഫോഴ്സും എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ചക്കരക്കൽ സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. മേഖലയിൽ പതിവായി അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മിക്കവാറും നിമിഷങ്ങൾക്ക് ഞാനടക്കം അപകടത്തിൽപ്പെട്ട ഒരാളാണ്. കാരണം എൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പടിയൂതാമര മാഷ് എൻ്റെ കൂടെ നടന്നുകൊടുക്കുമ്പോൾ ആക്സിഡൻ്റായി മരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് ഈ കാർ വാഷിൻ്റെ അടുത്ത് വെച്ചിട്ട് വേറൊരു കാർ കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് ആ കാറും അതും എടുത്ത് മറിയുകയാണ്. അത് കീഴ്പ്പള്ളിക്കാരുടെ ഒരു കാറ്. ഇവിടെ സ്ഥിരം ആക്സിഡൻറ്റ് നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പള്ളീൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഒരാൾ ഇതേപോലെ പൂവും കൊണ്ട് വരുന്ന ഒരാൾ മരിച്ചു. ഈ ആക്സിഡൻറ്റ് ഇപ്പോൾ വണ്ടി കമ്പനി മുതൽ പുന്നാട് ടൗൺ വരെയുള്ള ഭാഗങ്ങൾ എപ്പോഴും അപകട മേഖലയാണ്, വലിയൊരു അപകട മേഖലയാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല. പള്ളീൻ്റെ മുമ്പിൽ ഒരു ബോർഡർ ഇത് വെക്കാൻ വേണ്ടി വെച്ചിട്ട് ഇതുവരെ അതിനെക്കുറിച്ചൊരു സംവിധാനമില്ല, ഒന്നുമില്ല. ഇതിന് എന്തെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഇല്ലെങ്കിൽ ഇത് വീണ്ടും വലിയ അപകടത്തിലേക്ക് നീക്കൊണ്ടിരിക്കുകയാണ്. കീഴൂർക്കുന്നിനും പുന്നാടിനുമിടയിൽ നേരെയുള്ള റോഡും ഇറക്കവുമാണ്. ഇവിടെ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് സഞ്ചരിക്കാറുള്ളത്. അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.